ആരുടെ എന്തോ ട്രോഫി? പാട്ട് പാടിയ ട്രോഫി. 10,000 ട്രോഫികളുണ്ടോ? ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. നമ്മളുടെ കിച്ചു രേണു സുധിയുടെ വീട്ടിൽ എന്ന് പറയണ്ട, കിച്ചുവിൻ്റെ സ്വന്തം വീട്ടിൽ അപ്രതീക്ഷിതമായി ചെന്നപ്പോൾ ഉണ്ടായ കാഴ്ച അത് ദൈവം കാണിച്ചു തന്നു എന്ന് വേണം പറയാൻ. 24 മണിക്കൂറും സുധിച്ചേട്ടൻ എന്ന് പറഞ്ഞ ചില ഈ അസുഖങ്ങൾക്ക് ഗുളിക കഴിക്കുന്ന മാതിരി സുധിച്ചേട്ടൻ എന്ന് പറഞ്ഞ് നടന്ന രേണുവിൻ്റെ വീട്ടിൽ കിച്ചു ചെന്നപ്പം കണ്ട കാഴ്ച ഭയങ്കര ദയനീയമായി പോയി. സുധിക്ക് കിട്ടിയ ട്രോഫികളെല്ലാം കട്ടിലിൻ്റെ അടിയിൽ എടുത്തിട്ടിരിക്കുന്നു. ഇതാണ് പറയുന്നത്, പല നാൾ കള്ളൻ ഒരു നാൾ പിടിയിൽ എന്ന് പറഞ്ഞ്. വായെടുത്താൽ നുണയല്ലാതെ ഒന്നും പറയില്ല. നേരത്തെ ഞാൻ ഇത്രയും ഒന്നും രേണു സുധിയെ വിമർശിച്ച് പറയത്തില്ലായിരുന്നു, അനുകൂലിച്ച് തന്നെയാണ് ഞാൻ സംസാരിച്ചിരിക്കുന്നത് അത്രയും. പക്ഷെ ഇപ്പം വന്ന് 1-2 വീഡിയോയിൽ അവർ വിമർശിക്കാതിരിക്കാനായിട്ട് ഒരു തരവുമില്ല. അവർ ആ വിമർശനത്തിന് പറ്റിയ കാര്യങ്ങളാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് അത്രയും. അവർ പറയുന്ന ഓരോ പോയിന്റിലും കള്ളത്തരം ഉള്ളതുകൊണ്ടാണ് മറ്റുള്ളവരത് ചകഞ്ഞെടുത്തിട്ട് അതിൻ്റെ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരുന്നത്. അപ്പോൾ ഈ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരുന്നവരോട് ചോദിക്കും, നിങ്ങൾ എന്തിനാണ് എൻ്റെ കുടുംബത്തിൽ കയറി ചൊറിയാൻ വരുന്നത്? എൻ്റെ കുടുംബകാര്യങ്ങൾ നിങ്ങൾ എന്തിനാണ് അന്വേഷിക്കുന്നത്? ഞാൻ രേണു സുധിയോടൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങളുടെ കുടുംബകാര്യങ്ങൾ ഞങ്ങൾ അന്വേഷിക്കാൻ അങ്ങോട്ട് വന്നതല്ല. നിങ്ങളായിട്ട് തന്നെ നിങ്ങളുടെ കാര്യങ്ങൾ ഓരോന്നും ഇൻ്റർവ്യൂവിൽ വന്നിരുന്ന് പറയുമ്പോൾ അതിൽ തെറ്റുണ്ടെങ്കിൽ നിങ്ങളെ അറിയാവുന്ന ആൾക്കാർ മെസ്സേജ് ഇട്ട് പറയും. നിങ്ങൾ പറയുന്നത് കള്ളത്തരമാണെന്ന് പറയുമ്പോൾ അത് സത്യമാണോ കള്ളമാണോ എന്ന് തെളിയിക്കുവാൻ വേണ്ടിയാണ് ഇങ്ങനെയുള്ള വീഡിയോസ് റിയാക്ഷൻ ചെയ്യുന്നത്. വന്നിരുന്ന് പറയുന്നതിൽ പകുതി മുക്കാലും കള്ളമാണ്. ഇതിനു മുമ്പ് തന്നെ ആദ്യത്തെ രേണുവിൻ്റെ കല്യാണത്തിനെ കുറിച്ചൊരു വിവാദമുണ്ടായിരുന്നു. അപ്പം പാസ്റ്ററിനെ ഞാൻ കെട്ടിയിട്ടില്ല, ഞാനൊരു കല്യാണം കഴിച്ചിട്ടില്ല. ആദ്യമുള്ള രേണുവിൻ്റെ വീഡിയോസിൽ രേണു ക്ലിയർ ആയിട്ട് തറപ്പിച്ച് പറഞ്ഞ കാര്യങ്ങളാണ്, ഞാനൊരു കല്യാണം കഴിച്ചിട്ടില്ല, പാസ്റ്റർ എന്നുള്ള വ്യക്തിയൊക്കെ എനിക്കറിയില്ല, ലിവിങ് ടുഗദർ ഞാൻ അങ്ങനെയും പോയിട്ടില്ല, ഞാൻ താലി കെട്ടിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് ഒത്തിരി ഉരുണ്ട് മറിഞ്ഞ് കളിക്കാനായിട്ട് ശ്രമിക്കുകയും അവസാനം ഇപ്പം വരുന്ന വീഡിയോസിൽ നേരെ കളം മാറി ചവിട്ടിയ പോലെയാണ് രേണു ഇപ്പം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. അത് എന്നോട് സുധിച്ചേട്ടൻ അന്ന് പറഞ്ഞായിരുന്നു, ഇതിനു മുമ്പുള്ള എൻ്റെ ജീവിതം പറയണ്ട എന്ന്, അതുകൊണ്ടാണ് ഞാൻ പറയാതിരുന്നത് എന്നൊക്കെ പറഞ്ഞു. അപ്പം തന്നെ ആൾക്കാർക്ക് മനസ്സിലായി രേണു പറയുന്നത് പകുതിയും മുക്കാലും കള്ളമാണെന്നുള്ള കാര്യം. പക്ഷേ അന്നേ ആ ക്വസ്റ്റ്യൻ വന്നപ്പം ശരിയാണ്, ഇതിനു മുമ്പ് ഞാനൊന്ന് കല്യാണം കഴിച്ചിരുന്നു എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഇത്രയും പ്രശ്നങ്ങളും വിവാദങ്ങളും ഉണ്ടാവുകയായിരുന്നു. അങ്ങനെ ഒരാൾ ഒരു പ്രാവശ്യം കള്ളം പറയുമ്പോൾ ആ പുള്ളി പിന്നെ പറയുന്നതെല്ലാം കള്ളമായിട്ട് തന്നെ മാറും. അതാണ് നിയമം. ഇപ്പം വേണ്ട ആ മോൻ ശരിക്കും പറഞ്ഞാൽ ദൈവമായിട്ട് കാണിച്ചു തന്നതാണ്. ആ കട്ടിലിൻ്റെ അടിയിൽ ആ ട്രോഫിയൊക്കെ കിടക്കുന്നത് ദൈവമായിട്ട് തന്നെ കൊണ്ടുവന്ന് കാണിച്ചു തന്നതാണ്. റിതപ്പൻ അത് കിച്ചു വരുമ്പം കിച്ചു അങ്ങോട്ട് ചോദിച്ചിട്ടൊന്നുമില്ല. റിതപ്പൻ കിച്ചുവിനോട് ചോദിക്കുകയാണ്, കാണണോ അച്ഛൻ്റെ ട്രോഫികളൊക്കെ കാണണോ എന്ന് ചെന്ന്. അച്ഛൻ്റെ ട്രോഫി എവിടെയാണ് കിടക്കുന്നത്? കട്ടിലിൻ്റെ അടിയിൽ. പണ്ട് ചെറിയ വീടായിരുന്നപ്പോൾ ഇത് സജ്ജീകരിച്ച് വെക്കാൻ ഇടയുണ്ടായി. ഇപ്പോൾ ഒരു നല്ല വീടുണ്ടായപ്പോഴത്തേക്കിന് സുധിയുടെ ട്രോഫികളെല്ലാം കട്ടിലിൻ്റെ അടിയിൽ പോയി. എന്തുകൊണ്ടാണ്? ഇപ്പം സുധിയുടെ പേരിലാണെങ്കിൽ പോലും രേണു ഇങ്ങനെ പതിയെ പൊങ്ങി വരുന്നുണ്ട്. രേണുവിന് കുറേ ട്രോഫികളൊക്കെ കിട്ടി. അത് ടേബിളിൻ്റെ മുകളിൽ ഇങ്ങനെ അലങ്കരിച്ച് കറക്റ്റായിട്ട് ആ ട്രോഫി വെച്ചിരിക്കുന്ന കണ്ടാലേ അറിയാമല്ലോ. കറക്റ്റ് സെറ്റ് ചെയ്ത് ആ ട്രോഫി ആ ടേബിളിൻ്റെ മണ്ടയിൽ രേണു വെച്ചിരിക്കുന്നത്. എന്നിട്ട് എന്തുകൊണ്ട് സുധിയുടെ ട്രോഫി ഇപ്പം ഇങ്ങനെ താഴെ ഇട്ടിരിക്കുന്നു? താഴെ കിടന്നാൽ അത് കൊച്ച് എടുക്കത്തില്ലയോ? അപ്പോൾ ഇനി ഇതിന് എക്സ്പ്ലനേഷൻ വീഡിയോയുമായിട്ട് രേണു വന്നിട്ടുണ്ട്. അത് ഞാൻ ഇനി നിങ്ങളെ ഒന്ന് കേൾപ്പിച്ചു തരണം. കുഞ്ഞ് കാണാതെ എടുത്ത് പാത്ത് വെച്ചതാണ്, ചാക്കിനകത്ത് പാത്ത് വെച്ചാണ്, അല്ലാതെ അതെടുത്ത് തട്ടിക്കളഞ്ഞതോ ഒന്നുമല്ല. പാത്ത് വെക്കാൻ പറ്റിയ സ്ഥലമാണ് കട്ടിലിന്റെ അടി. അപ്പം കിച്ചൂട്ടിന് അവിടെ വന്ന് വ്ളോഗ് എടുത്തായിരുന്നു. അപ്പം എന്താ പറയുക, സത്യം പറഞ്ഞാൽ എൻ്റെ കുറച്ചൊരു 5-8 അവാർഡ് കിട്ടിയത് അതിപ്പം കിട്ടിയതല്ല. അപ്പോൾ അതെടുത്ത് ഞാൻ മേശപ്പുറത്ത് വെച്ച് വേറൊന്നുമല്ല. എൻ്റെ അവാർഡ് ഇപ്പം എന്താ പറയുക, ഞങ്ങളുടെ കുഞ്ഞ് അവന് ഋതപ്പന് ആ ഉള്ള ഒരു ഇതേ ഉള്ളൂ. കുഞ്ഞ് ഞാൻ അറിയാതെ
കുത്തി എവിടെയെങ്കിലും കോളൊക്കെ കളയും, അല്ലെങ്കിൽ നിലത്തിട്ട് പൊട്ടി. അതുപോലെ അവാർഡൊക്കെ സൂചിച്ചേട്ടൻ്റെ അവാർഡൊക്കെ ഇട്ട് അവൻ കുഞ്ഞല്ലേ, അവൻ കളിക്കുകയൊക്കെ ചെയ്യാം. എൻ്റെ അവാർഡ് ഇപ്പം താഴെ പോയി ഒടിഞ്ഞു പോയാൽ പോലും, അറിയാതെ പോയാൽ പോലും, കുഞ്ഞെടുത്ത് കളിച്ചാൽ പോലും എൻ്റെ സൂചിച്ചേട്ടൻ്റെ അവാർഡ് എനിക്ക് അത്രയും നാൾ മേടിച്ച് വെച്ചാൽ ഒരിക്കലും പോകരുതെന്നുള്ള രീതിയിൽ ഞാനെടുത്ത് കുഞ്ഞ് കാണാതെ എടുത്ത് പാത്ത് വെച്ചതാണ്, ചാക്കിനകത്തെടുത്ത് പാത്ത് വെച്ചാണ്, അല്ലാതെ അതെടുത്ത് തട്ടിക്കളഞ്ഞതോ ഒന്നുമല്ല. എന്നെ മനസ്സിലാക്കുന്ന എൻ്റെ പ്രേക്ഷകർക്ക് അത് മനസ്സിലാക്കും. ചാക്കിൻ്റെ അടിയിലെടുത്ത് കട്ടിലിൻ്റെ അടിയിൽ ചാക്കിനകത്ത് നിറച്ച് കട്ടിലിൻ്റെ അടിയിലാണ് കൊച്ചു കാണാതെ സൂക്ഷിച്ച് വെക്കുന്നത്. ആ കൊച്ചെന്ത് ഈസി ആയിട്ട് ആ കട്ടിലിൻ്റെ അടിയിൽ പോയിട്ട് ആ ട്രോഫി എല്ലാം എടുത്തിട്ട് ചേട്ടനെ കൊണ്ടുവന്ന് കാണിച്ചെന്ന് നിങ്ങളെല്ലാവരും കണ്ടതല്ലേ. അപ്പം രേണു അവിടെ ഇല്ലെങ്കിലും ആ കൊച്ചിന് ആ കട്ടിലിൻ്റെ അടിയിൽ കയറിയാണേലും ആ ട്രോഫി എടുത്ത് കളിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ പറയുന്നത് തന്നെ ഒന്നാമത്തെ കള്ളവാ രേണു പറയുന്നത്. തകർക്കാൻ വേണ്ടിയിട്ട് എന്നെ നെഗറ്റീവ് മാത്രം അടിക്കാൻ വേണ്ടിയിട്ടുള്ള ആൾക്കാർ ഇങ്ങനെ നോക്കുമ്പോൾ നമുക്കൊന്നും പറയാം. ഇതാണ് അല്ല രേണു, ആർക്കാ ഇത്ര ആവശ്യം രേണുവിനെ നെഗറ്റീവ് അടിക്കണമെന്ന് പറഞ്ഞ്? രേണു സമ്പാദിക്കുന്നതിൽ, പിള്ളേരെ നോക്കുന്നതിൽ ആർക്കാ ഇത്ര ദേഷ്യമുള്ളത്? രേണു സ്വന്തമായിട്ട് തന്നെയാണ് രേണുവിൻ്റെ കുഴി വെട്ടിക്കൊണ്ടിരിക്കുന്നത്. രേണു ഓരോ കാര്യങ്ങളും സംസാരിക്കുമ്പോൾ അത് ശ്രദ്ധിച്ച് പറയണം. രേണു അതായത് നെഗറ്റീവ് ഒരു ഇമേജ് ഉണ്ടാക്കണമെന്ന് കരുതി കൂട്ടി തന്നെയാണ് ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ആൾക്കാർ രേണുവിൻ്റെ പുറകെ കൂടിയിരിക്കുന്നത്. നമ്മുടെ കുഞ്ഞ് ഋതപ്പന് ആ പ്രായമാണ്, കുഞ്ഞാണ്. അവൻ അതെടുത്ത് നശിപ്പിച്ച് കാത്തിരുന്ന് കളിക്കുക. അവൻ അതെടുത്തിട്ട് ചിലപ്പം തടിയല്ലേ, അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒടിച്ചു കളഞ്ഞാൽ പിന്നെ ഒരിക്കലും അത് നമുക്ക് ഉണ്ടാക്കാൻ പറ്റത്തില്ല. നമുക്ക് ഞാനതെടുത്ത് സൂക്ഷിച്ചു വെച്ചതാണ് ഓരോ അവാർഡുകൾ. കാരണം നമുക്കിനി മുന്നോട്ട് എന്തെങ്കിലും കാര്യങ്ങൾക്ക് അവാർഡ് വെക്കാനുള്ള സാധനങ്ങളൊക്കെ നമ്മൾ സെറ്റ് ആക്കിയിട്ട് വീടിനകത്ത് അങ്ങനത്തെ സാധനങ്ങളൊന്നും ഇല്ല. കമന്റ് ബോക്സിൽ വന്നേക്കുന്നതാണ് രേണുവിന് അവാർഡ് എടുത്തിട്ട് അതിന് പ്രത്യേകിച്ച് എന്തോ സെറ്റ് ആക്കാനിരിക്കുന്നു. അലമാരിയുടെ മണ്ടയ്ക്കാണെങ്കിൽ പോലും നിരത്തി അടുക്കി വെക്കാവുന്നതേ ഉള്ളൂ. അത് കറക്റ്റായിട്ടുള്ള കാര്യമല്ലേ ആൾക്കാർ ചോദിച്ചിരിക്കുന്നത്. രേണുവിൻ്റെ അവാർഡ് വെച്ചിരിക്കുന്നത് കറക്റ്റ് നല്ല ഇതിൽ സെറ്റ് ചെയ്താണ് അതിൻ്റെ മണ്ടയ്ക്ക് ഇരിക്കുന്നത്. അല്ലാതെ അലങ്കോലമായിട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും അത്രയും പിള്ളേരൊക്കെ ആ വീട്ടിലുണ്ടായിട്ട് പോലും തട്ടിത്തെറിപ്പിക്കാതെ എന്ത് ഭദ്രമായിട്ടാണ് രേണുവിൻ്റെ അവാർഡ് അതിൻ്റെ മണ്ടയ്ക്ക് ഇരിക്കുന്നതെന്നറിയാം. ഒരു മാസം കൊണ്ടല്ലേ ഇത്രയും ഒരു അവാർഡ്. അതെല്ലാം ഞാനിങ്ങനെ വരുമ്പോൾ അങ്ങനെ എടുത്ത് കെട്ടുന്നതല്ലാതെ സൂക്ഷിച്ച് വെച്ചതല്ല. സൂചിച്ചേട്ടൻ്റെ അവാർഡ് കുഞ്ഞ് കളയാതിരിക്കാൻ. കുഞ്ഞല്ലേ, അവൻ ആ പ്രായമാണ്. ചേച്ചിയുടെ മക്കളും കൂടെ അവിടെ വരുമ്പം ഇവർ 3 പേരും കൂടെ ഞാൻ അറിയാതെ ഫോൺ എടുത്ത് കളിക്കും. ഓരോരോ ഇപ്പം സൂചിച്ചേട്ടൻ്റെ പെർഫ്യൂം ഞാൻ എപ്പോഴും ഇടയ്ക്ക് പറയുന്നുണ്ട്. അവിടെ വെച്ച് കഴിഞ്ഞാൽ നേരെ നോക്കുമ്പോഴത്തേന് അത് എടുത്തോണ്ട് പോയി. ഒരു ദിവസം ഞാൻ വീട്ടിൽ സത്യമാണ് രേണു പറഞ്ഞ കാര്യം. കൊച്ചു പിള്ളേരുള്ള വീട്ടുകളിൽ എന്തെങ്കിലും കയ്യിൽ കണ്ടാൽ എടുക്കുക, നശിപ്പിക്കുക, നമ്മൾ എത്ര പറഞ്ഞാലും അവരത് വെക്കത്തില്ല. അത് സത്യമായ കാര്യമാണ്. അതുപോലെ തുണികളൊക്കെ ആണെങ്കിലും അവിടെ ഇവിടെയൊക്കെ കിടക്കുന്ന കുഞ്ഞു പിള്ളേരുള്ള വീടുകളിൽ ഒക്കെ അങ്ങനെയൊക്കെ ഉണ്ടാകും. പക്ഷേ ഈ കട്ടിലിനടിയിൽ ട്രോഫി വെച്ചതിൻ്റെ ഈ ന്യായം പറയുന്നത് ആരും വിശ്വസിക്കത്തില്ല. അത് ഈ എന്താ പറയുന്നത്, കിച്ചു അപ്രതീക്ഷിതമായിട്ട് ആ വീട്ടിലോട്ട് കടന്നു. പക്ഷേ കിച്ചു നേരത്തെ വീഡിയോ പിടിക്കാൻ ആ വീട്ടിൽ ചെല്ലുന്നുണ്ടെന്ന് അറിഞ്ഞിരുന്ന ഒരു പക്ഷേ ഇതെല്ലാം എടുത്ത് അവർ സെറ്റ് ചെയ്ത് കറക്റ്റായിട്ട് വെച്ച് വീഡിയോ ഒക്കെ പിടിച്ച് കാണിച്ചേനെ. ഇതിനു മുമ്പ് സുധിച്ചേട്ടൻ മരിച്ചപ്പോൾ ഉണ്ടായിരുന്ന ബാഗ്, ഷൂവ്, അങ്ങനെയുള്ള സാധനം എല്ലാം ഒരു അലമാരി തുറന്ന് രേണു ഇങ്ങനെ പരിചയപ്പെടുത്തുന്നുണ്ടായിരുന്നു. പക്ഷേ ഇതെന്ത് പറ്റി? അടി കിട്ടിയതായി പോലെ ആയിപ്പോയി. ഓർക്കാപ്പുറത്ത് കിച്ചു അവിടെ ചെന്ന് കയറിയപ്പോൾ അടി കിട്ടിയതുപോലെ ആയിപ്പോയി. അതുകൊണ്ടാണ് ഇതിങ്ങനെ സംഭവിച്ചത്. സൂചിച്ചേട്ടൻ്റെ പൊട്ടും കണ്ണ് എഴുതിയേക്കുന്നത് സൂചിച്ചേട്ടൻ്റെ ഫോട്ടോ. ഞാൻ അച്ഛനെ ഒരുക്കിയതാണ്. നമ്മുടെ മോനെ അങ്ങനെ ചെയ്യരുത്. 5 വയസ്സായതേ ഉള്ളവന്. അപ്പം അതുകൊണ്ട് ഞാൻ സൂക്ഷിച്ചു വെച്ചാണല്ലേ എൻ്റെ സൂചിച്ചേട്ടൻ്റെ അവാർഡ് എടുത്ത് ഞാൻ ചവിട്ടുപറ്റ ഇട്ടിട്ട് എൻ്റെ അവാർഡ് ഞാൻ ഫ്രണ്ടിൽ വെച്ചതല്ല. ദയവ് ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുമെങ്കിൽ മനസ്സിലാക്കാൻ. എനിക്കിനി ആരെയും ബോധിപ്പിക്കാനും പറ്റുന്നില്ല. എന്നെ ഇഷ്ടപ്പെടുന്ന പ്രേക്ഷകരുണ്ട്, സൂചിച്ചേട്ടനെ ആരാധിക്കുന്ന പ്രേക്ഷകരുണ്ട്. അവരോട് കൂടി മാത്രമാണ് പറഞ്ഞ ബ്ലോഗേഴ്സ് ഒരു സാധനം കിട്ടാൻ നോക്കിയിരിക്കുകയാണ് രേണു സുധി എങ്ങനെയാണ് തകർക്കേണ്ടത്. സോ അവർ എല്ലാ ബ്ലോഗേഴ്സും അല്ല കേട്ടോ, ഒരിക്കലും എല്ലാ ബ്ലോഗേഴ്സിനും ഉണ്ടല്ലോ എൻ്റെ പ്രിയ. ഇപ്പം രേണു സുധി ഈ പറഞ്ഞതിൽ ഒത്തിരി തെറ്റുണ്ട് കേട്ടോ. ഇപ്പം സുധിച്ചേട്ടനെ ആരാധിക്കുന്ന സുധിയുടെ പേരിലാണ് രേണു ഫേമസ് ആയിരിക്കുന്നത് ശരിക്കും. അപ്പം രേണുവിനെ
പോസിറ്റീവായിട്ട് സംസാരിച്ചുകൊണ്ടിരുന്ന പലർക്കും ഇപ്പോൾ നെഗറ്റീവായിട്ട് സംസാരിക്കേണ്ടി വന്നിട്ടുണ്ട്. അത് രേണുവിൻ്റെ വായിൽ നിന്ന് വരുന്ന ഓരോ വാക്കുകൾ കൊണ്ടുമാണ് അങ്ങനെയൊക്കെ സംഭവിച്ചത്. അതിന് വെറുതെ വ്ളോഗേഴ്സിനെ കുറ്റം പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. ഇപ്പം സുധിച്ചേട്ടനെ ആരാധിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന സുധിച്ചേട്ടൻ്റെ കൂടെ ജോലി ചെയ്ത ആൾക്കാർ ഇത് കണ്ടു കഴിഞ്ഞാൽ അവരും ഒന്ന് വിഷമിക്കും. ഇത് കാണുമ്പം ഇങ്ങനെയാണോ ചെയ്യുന്നത് എന്ന് വിചാരിച്ച് അവരും ഒന്ന് കള്ളം നല്ല ശരിക്ക് പറയുന്നുണ്ട് പിടിച്ച് നിൽക്കാൻ വേണ്ടി. എന്തായാലും ഋതപ്പൻ കൊച്ചു കുഞ്ഞല്ലേ, അതിനൊന്നും അറിയത്തില്ല. കിച്ചുവും വിചാരിച്ചിട്ടുണ്ടാവുകയില്ല. അല്ലെങ്കിൽ കിച്ചുവിൻ്റെ മനസ്സിൽ എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടെങ്കിൽ അവൻ എങ്ങനെ പറയും? അമ്മയല്ലേ, പറയാൻ പറ്റുമോ? ഇല്ല. അതുകൊണ്ട് അല്ലെങ്കിൽ അവന് സാമാന്യ ബുദ്ധിക്ക് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എടുത്ത ആ ഭാഗങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ട് എഡിറ്റ് ചെയ്ത് വീഡിയോ വിടാമായിരുന്നു. അന്നേരം അവൻ കിച്ചുമോനും അത് ചെയ്തില്ല. അപ്പോൾ കിച്ചുവിനെ എന്തൊക്കെയോ കാര്യങ്ങൾ ഉള്ളിൽ പറയാനുണ്ട്. പക്ഷേ അവൻ്റെ ആ പ്രായത്തിൻ്റെ പക്വതക്കുറവിൻ്റെയൊക്കെ ആയിരിക്കാം അവന് പറയാനായിട്ട് പറ്റുന്നില്ല. അതാണ് അവനെ സംബന്ധിച്ചിട്ട്. പിന്നെ ഈ റിയാക്ഷൻ വീഡിയോക്കാരെയൊക്കെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. രേണുവിനോട് ഒരു കാര്യം പറയാനുള്ളത്, രേണു പറയുന്ന വാക്കുകൾ സൂക്ഷിച്ച് പ്രയോഗിക്കുക. ഇതൊരു സോഷ്യൽ മീഡിയ ആണ്. അത് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കള്ളമാണെന്ന് തോന്നിക്കഴിഞ്ഞ് കഴിഞ്ഞാലൊക്കെ ആൾക്കാർ അതെടുത്ത് കാച്ചും. അത് ഉറപ്പായ കാര്യം. അതിന് ആ വീഡിയോ ചെയ്യുന്നവരെ കുറ്റം പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. ഇനിയെങ്കിലും നോക്കി കണ്ടുമൊക്കെ ജീവിക്ക്. ഇല്ലെന്നുണ്ടെങ്കിൽ ഈ സോഷ്യൽ മീഡിയയിൽ മുകളിലോട്ട് എടുത്ത് പൊക്കിയവർ തന്നെ താഴോട്ട് വിടും. അതാണ് ശരിക്കും പറഞ്ഞാൽ ഈ സോഷ്യൽ മീഡിയയുടെ ഒരു പ്രധാന പ്രശ്നമെന്ന് പറഞ്ഞത്. അതുകൊണ്ട് സൂക്ഷിച്ചൊക്കെ മുന്നോട്ട് പോവുക. വലിയ ആളാണെന്ന് ഭാവിക്കാതിരിക്കുക. ഇത്രയൊക്കെ ഉള്ളൂ പറയാൻ. നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം എന്നുള്ളത് നിങ്ങളും കമൻറ്റ് വഴി അറിയിക്കണം കേട്ടോ.